അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അനാറ്റമി ഓഫ് ഇയർ ആണ്. അതിന് മെയിനായിട്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിന് ചോദിക്കാൻ പറ്റുന്നത് മിഡിൽ ഇയറും ടിംപാനിക് മെംബ്രെയിനും. അപ്പോൾ ആദ്യം മിഡിൽ ഇയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ വേറൊരു പേര് പറയുന്നത് ടിംപാനിക് ക്യാവിറ്റി എന്നാണ് വേറെ പേര് മിഡിൽ ഇയറിൻ്റെ. അപ്പോൾ മിഡിൽ ഇയർ ഈ മാസ്റ്റോഡ് ആൻഡ്രോ ഈ പടമുണ്ടോ, മാസ്റ്റോഡ് ആൻഡ്രോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അടുത്ത സലാൻഡ്രോ വഴിയായിരിക്കും. അതേപോലെ മിഡിൽ ഇയർ നേസോ ഫാരിൻസോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫാരിൻസോ ടിംപാനിക് ട്യൂബ് വഴിയായിരിക്കും. അപ്പം ഇത് ജസ്റ്റ് ഇൻട്രഡക്ഷൻ വേണ്ടി പറഞ്ഞിരുന്നുള്ളൂ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടൻസ് ഓഫ് മിഡിൽ ഇയർ ചോദിക്കാം. അതിൽ ഗ്ലൂക്കോസ് ലൈനിൻ്റെ അകത്ത് ഒറ്റ കണ്ടന്റ് ഉള്ളൂ, അതാണ് ഇയർ. ഗ്ലൂക്കോസ് ലൈനിൻ്റെ പുറത്താണെങ്കിൽ 5 കണ്ടൻസ് നമുക്ക് പഠിക്കണം. 3 സ്മോൾ ബോൺസ് ഉണ്ട്, അതാണ് ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത്. അതാണ് മാലിയസ് ഇൻ ദ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇയർ ഓസിക്കിൾസിന്റെ ലിഗമെന്റ്സ് ആണ് രണ്ടാമത്തെ കണ്ടന്റ്. മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ 2 മസിൽസ്. നാലാമത്തെ കണ്ടന്റ് 2 നെർവ്സ് ആണ്. 2 മസിൽസ് ഏതൊക്കെയാണ്? ടെൻസർ ടിംപാനിയും സ്റ്റെപ്പീഡസ് ആണ് 2 മസിൽസ് എന്ന് പറയുമ്പോൾ. നാലാമത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ 2 നെർവ്സ് ആണ്, അതാണ് കോഡെ ടിംപാനിയും ടിംപാനിക് പ്ലെക്സസ്. അഞ്ചാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വെസൽ സപ്ലൈ ആൻഡ് ഡ്രെയിനിങ് മിഡിൽ. ഈ 5 കണ്ടന്റ്സ് ആണുള്ളത്. 3 ചെറിയ ബോൺസ്, അതാണ് എയർ ഓസിക്കിൾസ്, അതിന്റെ ലിഗമെന്റ്സ്, അതേപോലെ 2 നെർവ്സും 2 മസിൽസും പറയാം. അത് വെസൽ സപ്ലൈ ആൻഡ് ഡ്രെയിനിങ് മിഡിൽ. ഇനി പറയാനുള്ളത് ഡിവിഷൻസ് ഓഫ് ദി മിഡിൽ. മിഡിലിന്റെ ഡിവിഷൻസ് ആണ് 3 ഡിവിഷൻസ് ആണ്, 3 പാർട്സ് ആണുള്ളത്. എപ്പി ടിംപാനം, മീസോ ടിംപാനം, ഹൈപ്പോ ടിംപാനം. അതിന് മുമ്പ് ഈ മാലിയസ് ഇൻഡസ്, ഈ മാലിയസിന് ഹെഡ് ഉണ്ട്, ഹാൻഡിൽ ഉണ്ട്. അതേപോലെ ഇൻഡസിൽ ഷോർട്ട് പോസ്റ്റ് ഉണ്ട്, ലോങ് പോസ്റ്റ് ഉണ്ട്, ബോഡി ഉണ്ട്. അപ്പം ഇതാണ് മാലിയസ്, ഇതാണ് മാലിയസ്. ഇത് മാലിയസിന്റെ ഹെഡ്, ഇത് മാലിയസിന്റെ ഹാൻഡിൽ. അതേപോലെ ഇത് ഇൻഡസ്, ഇത്രയാണ് ഇൻഡസ്. ഇത് ഇൻഡസിന്റെ ഇൻഡസിന്റെ ഷോർട്ട് പോസ്റ്റ് ആണിത്. ഇത് ലോങ് പോസ്, ഇതെന്താ ബോഡി, ഇൻഡസിന്റെ ബോഡി. ഓക്കെ, ഇത് മനസ്സിലായോ? അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇതിന്റെ എപ്പി ടിംപാനത്തിനകത്ത് ഈ ബോഡിന്റെ എന്താണുള്ളത് അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ എപ്പി ടിംപാനം എന്ന് വെച്ചാൽ എന്താണ്? ടിംപാനിക് മെമ്പറിന്റെ എബോ പാർട്ട്, എബോ ടിംപാനിക് മെമ്പറിൻ. ഓക്കെ, ടിംപാനിക് മെമ്പറിന്റെ മുകളിലുള്ള പാർട്ടാണ് ഇത് എപ്പി ടിംപാനം. അതിനകത്തുള്ളതാണ് ഹെഡ് ഓഫ് മാലിയസും ഷോർട്ട് പോസ് ഓഫ് ഇൻഡസും ബോഡി ഓഫ് ഇൻഡസും. ഓക്കെ, മീസോ ടിംപാനം എന്ന് പറയുമ്പോൾ എന്താ ടിംപാനിക് മെമ്പറിന്റെ ഓപ്പോസിറ്റ് ഉള്ള പാർട്ടാണ് ടിംപാനിക് ക്യാവിറ്റിയുടെ ഡിവിഷൻസ് ആണ് പറയുന്നത്. അപ്പം മീസോ ടിംപാനം എന്ന് പറയുമ്പോൾ ടിംപാനിക് മെമ്പറിന്റെ ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്. അപ്പം അതിനകത്ത് എന്തുണ്ട്? ഹാൻഡിൽ ഓഫ് മാലിയസും ഉണ്ട്, ലോങ് പ്രോസസ് ഓഫ് ഇൻഡസ് ഉണ്ട്, സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഹൈപ്പോ ടിംപാനത്തിനകത്ത് പ്രത്യേകിച്ച് കണ്ടൻസ് ഒന്നും ഇല്ല. ഹൈപ്പോ ടിംപാനം പാർട്ട് ബിലോ ദി ടിംപാനിക് മെമ്പർ. ഇത്രേ ഉള്ളൂ ഡിവിഷൻസ് കഴിഞ്ഞു. ഈ ബൗണ്ടറീസോട്ട് വരികയാണെങ്കിൽ ഈ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പടത്തിൽ തന്നെ എല്ലാം ഉണ്ട്. ഇത് റൂഫ്, ഫ്ലോറ്, ആൻറ്റീരിയർ വാൾ, പോസ്റ്റീരിയർ വാൾ, മീഡിയൽ വാൾ, ലാറ്ററൽ വാൾ. ഇത്ര 6 ബൗണ്ടറീസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മീഡിയൽ വാൾ. ഓക്കെ, അപ്പം ആദ്യം പറയുകയാണെങ്കിൽ റൂഫിനെ പറ്റി പറയാം. റൂഫ് ഉണ്ടാക്കിയ തിൻ പ്ലേറ്റ് ഓഫ് ബോൺ വെച്ച് ഉണ്ടാക്കിയിട്ട് അതിനെ ടെക്നൻ ടിംപാനി എന്ന് പറയുന്നത് അങ്ങനെ ടെക്നൻ ടിംപാനി എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യും? ടിംപാനിക് ക്യാവിറ്റി സെപ്പറേറ്റ്സ് ടിംപാനിക് ക്യാവിറ്റി ഫ്രം മിഡിൽ ക്രേനിയൽ ഫോസ ആൻഡ് ഇറ്റ് ഓൾസോ എക്സ്റ്റെൻഡ്സ് പോസ്റ്റീരിയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. നേരത്തെ പറഞ്ഞ അടുത്ത സലാൻഡ്രോയില്ലേ, മാസ്റ്റോഡ് ആൻഡ്രോ ആയിട്ട് ടിംപാനിക് ക്യാവിറ്റി കമ്മ്യൂണിക്കേറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് ആ അടുത്ത സലാൻഡ്രത്തിന്റെയും റൂഫായിട്ട് മാറും. ടെക്നൻ ടിംപാനി എന്ന് പറഞ്ഞാൽ തിൻ പ്ലേറ്റ് ഓഫ് ബോൺ. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഫ്ലോർ ആണ്. ഫ്ലോറും മേഡപ്പ് ഓഫ് തിൻ പ്ലേറ്റ് ഓഫ് ബോൺ ആണ്. ഫ്ലോർ ഇസ് ഓൾസോ മേഡപ്പ് ഓഫ് തിൻ പ്ലേറ്റ് ഓഫ് ബോൺ. ഇറ്റ് സെപ്പറേറ്റ്സ് ദി ടിംപാനിക് ക്യാവിറ്റി ഫ്രം ജുഗുലാർ ബൾബ്. ജുഗുലാർ ബൾബ് സെപ്പറേറ്റ് ടിംപാനിക് ക്യാവിറ്റി ഫ്രം ജുഗുലാർ ബൾബ്. ചിലപ്പോൾ ഈ ഒരു പോസിറ്റീവ് വളരെ ഫ്ലോർ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. അപ്പോൾ ഈ ജുഗുലാർ ബൾബ് എങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യും? ടിംപാനിക് ക്യാവിറ്റിയോട് പ്രൊജക്റ്റ് ചെയ്യും. കൺസെന്റ്ലി ആബ്സെന്റ് ആയിരുന്ന സമയത്ത് ടിംപാനിക് ബൾബോട് പ്രൊജക്റ്റ് ചെയ്യുന്നു പറയുന്നു. അതേപോലെ ഈ ഗ്ലോസോഫാരിഞ്ചൽ നെർവില്ലേ, ഗ്ലോസോഫാരിഞ്ചൽ നെർവിന്റെ ടിംപാനിക് ബ്രാഞ്ച് ഈ ഫ്ലോറിന് പിയേഴ്സ് ചെയ്തിട്ടാണ് ടിംപാനിക് ക്യാവിറ്റിയിൽ എൻട്രി ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ടിംപാനിക് പ്ലെക്സസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് അത്രേ ഉള്ളൂ ഫ്ലോറ്. പിന്നെ ആൻറ്റീരിയർ വാളും അത് എന്താ തിൻ പ്ലേറ്റ് ഓഫ് ബോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് 2 പാർട്ടുണ്ട്, ലോവർ പാർട്ടും അപ്പർ പാർട്ടും ഉണ്ട്. ഇതാണ് ലോവർ പാർട്ട്, ഇതാണ് അപ്പർ പാർട്ട്. ഈ ലോവർ പാർട്ട് എന്ത് ചെയ്യുന്നു? ടിംപാനിക് ക്യാവിറ്റിയെ ഇന്റർണൽ കാരോട്ടിഡ് ആർട്ടറിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ടിംപാനിക് ക്യാവിറ്റി ഫ്രം ഇന്റർണൽ കാരോട്ടിഡ് ആർട്ടറി. അപ്പർ പാർട്ടിലാണെങ്കിൽ 2 കനാൽസ് ഉണ്ട്. ആ ഒരു കനാൽ എന്ന് പറയുന്നത് ടെൻസർ ടിംപാനിക്ക് വേണ്ടിയും മറ്റേ കനാൽ എന്ന് പറയുന്നത് ഓഡിറ്ററി ട്യൂബിന് വേണ്ടിയാണ്. ഈ കനാൽ ഈ കനാല് ടെൻസർ ടിംപാനിക്ക് വേണ്ടി, ഈ കനാൽ എന്തിനാണ്? ഓഡിറ്ററി ട്യൂബിന് വേണ്ടിയാണ്. ഓക്കെ, ഇതാണ് ആൻറ്റീരിയർ വാൾ എന്ന് പറയുന്നത്. ആൻറ്റീരിയർ വാൾ ഇത്രേ ഉള്ളൂ. ഇപ്പം ഫ്ലോറായി, റൂഫായി, ആൻറ്റീരിയർ വാളായി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ 2 കനാലിന്റെ ഇടയ്ക്ക് ഒരു ബോണി പാർട്ടീഷൻ ഉണ്ട്. അത് എന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ബാക്ക്വേർഡ് ആയിട്ട് എന്തായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ബാക്ക്വേർഡ് ആസ് എ കർവ്ഡ് ലാമിന, ഒരു കർവ്ഡ് ലാമിനയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രോസസസ് കോക്ലിയാരിസ്.
ഇതാണ് കർവ് ലാമിനേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് പ്രോസസ് കോക്ലി അരിഫോമിസ് എന്ന് പറയുന്നത്. പ്രോസസ് കോക്ലി അരിഫോമിസ്. ഓക്കെ, അതാണ് പ്രോസസ് കോക്ലി അരിഫോമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ഉള്ളൂ എന്ത് ആന്റീരിയർ വളം എന്ന് പറഞ്ഞാൽ പ്രോസസ് കോക്ലി അരിഫോമിസ്. ഓക്കെ, ഇനി പോസ്റ്റീരിയർ വളം എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് മെയിനായിട്ട് ഈ എന്ത് ടിമ്പാനിക് ക്യാവിറ്റിയെ എന്തുമായിട്ട് മാസ്റ്റർ ആൻഡ്രോയും മാസ്റ്റർ എയർസെൽസുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് പോസ്റ്റീരിയർ വളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്ജ സലാൻഡ്രം വരും. അഡ്ജ സലാൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മാസ്റ്റർ ആൻഡ്രോ ടിമ്പാനിക് ക്യാവിറ്റി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അഡ്ജ സലാൻഡ്രം എന്ന് പറഞ്ഞത് അപ്പർ പാർട്ടിലാണ് ഓപ്പണിംഗ്. പോസ്റ്റീരിയർ വളണ്ടിട്ടാണ് പോസ്റ്റീരിയർ വളണ്ടിന്റെ അപ്പർ പാർട്ടിലാണ് അഡ്ജ സലാൻഡ്രത്തിന്റെ ഓപ്പണിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി പിന്നെ ഉള്ളത് ഫോസ ഇൻഡുഡിസ് ആണ്. അതെന്ന് വെച്ചാൽ ഈ അടിച്ച സലാൻഡ്രത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡിപ്രഷൻ ആണ്. അതാണ് ഇത് ഫോസ ഇൻഡുഡിസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്ത് ലോജസ്റ്റ് ഷോർട്ട് പ്രോസസ് ഓഫ് ഇൻഡസ്. അത്രേ ഉള്ളൂ എന്ത് ഫോസ ഇൻഡുഡിസ്. ആ ഇൻഡുഡിസ് എന്ന പേര് തന്നെ നമുക്ക് ഇൻഡസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ലോജസ്റ്റ് ഷോർട്ട് പ്രോസസ് ഓഫ് ഇൻഡസ്. ഇനി പിരമിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിരമിഡ് ഇറ്റ്സ് എ കോണിക്കൽ ബോണി പ്രൊജക്ഷൻ. ഒരു ഹോളോ പിരമിഡ് കാണിച്ചാൽ ഇതാണ് പിരമിഡ്. ഒരു ഹോളോ കോണിക്കൽ ബോണി പ്രൊജക്ഷൻ ആണ്. അടുത്ത തൊട്ട് താഴെയായിട്ട് അതിനകത്ത് എന്ത് മസിലുണ്ട്, സ്റ്റെപ്പീഡസ് മസിൽ. നേരത്തെ പറഞ്ഞ 2 മസിൽ കണ്ടൻസ് ഔട്ട്സൈഡ് മ്യൂക്കോസ് ലൈനിൽ 2 മസിലുണ്ട്, ടെൻസറ്റീവ് ആൻഡ് സ്റ്റെപ്പീഡസ്. ആ സ്റ്റെപ്പീഡസ് കണ്ടെയ്ൻ ചെയ്യുന്നത് പിരമിഡ് കണ്ടെയ്ൻസ് ദി സ്റ്റെപ്പീഡസ് മസിൽ. ഓക്കെ, ഇതാണ് 3ാമത്തെ കണ്ടന്റ്. 4ാമത്തെ കണ്ടന്റ് വെച്ചാൽ വെർട്ടിക്കൽ പാർട്ട് ഓഫ് ദി ഫേസിൽ തന്നെ അത് പോസിറ്റീവ് പോലെ റൺ ചെയ്യും ജസ്റ്റ് ബിഹൈൻഡ് ദ പിരമിഡ്. ഓക്കെ, പിരമിഡിന്റെ ഹോളോ കോണിക്കൽ പ്രൊജക്ഷൻ അതിന് തൊട്ട് ബിഹൈൻഡ് ആയിട്ട് റൺ ചെയ്യും പോസിറ്റീവ് വാളിൽ. ആൻഡ് എന്ത് ഡിസൈൻസ് അപ്പ് സൈലോമാസ്റ്റോഡ് ഫോറാണ്. ഇതാണ് കാണിച്ചാൽ ഇതാണ് എന്ത് വെർട്ടിക്കൽ പാർട്ട് ഓഫ് ദി ഫേഷ്യൽ കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് 4ാമത്തെ കണൽ. 5ാമത്തെ കണൽ എന്ന് പറഞ്ഞാൽ കോഡേ ചിമ്പാനിക്ക് വേണ്ടിയുള്ള പോസ്റ്റീരിയർ കനാലിക്കസ്. കോഡേ ചിമ്പാനി എന്ന് പറയുമ്പോൾ അത് ചിമ്പാനിക്ക് ആവശ്യം എൻട്രി ചെയ്യുന്നത് പോസ്റ്റീരിയർ കനാലിക്കസ് കൂടെ ആയിരിക്കും, ലീവ് ചെയ്യുന്നത് ആന്റീരിയർ കനാലിക്കസ് കൂടെ ആയിരിക്കും. ഓക്കെ, പോസ്റ്റീരിയർ വാളിലാണ് എന്തുള്ളത്, പോസ്റ്റീരിയർ കനാലിക്കുലസ് ഉള്ളത്. എൻട്രി ചെയ്യാനുള്ള പോസ്റ്റീരിയർ കനാലിക്കുലസ്, കോഡേ ചിമ്പാനിക്ക് ചിമ്പാനിക് ക്യാവിറ്റിയിലോട്ട് എൻട്രി ചെയ്യാനുള്ള പോസ്റ്റീരിയർ കനാലിക്കുലസ് ഉള്ളത് എവിടെയായിരിക്കും, പോസ്റ്റീരിയർ വാളിൽ. ഇത്രയുള്ള പോസ്റ്റീരിയർ വാൾ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീഡിയൽ വാളിനെ പറ്റി പറയാം. മീഡിയൽ വാൾ എന്തായിരിക്കും, സെപ്പറേറ്റ് ടിമ്പാനിക് ക്യാവിറ്റി ഫ്രം ഇന്റേണൽ ഇയർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്റേണൽ ഇയറിന്റെ ലാറ്ററൽ വാളാണ് ടിമ്പാനിക് ക്യാവിറ്റിയുടെ എന്ത് മീഡിയൽ വാൾ. അതിനകത്ത് 6 കണ്ടൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പ്രൊമണ്ടറി, ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ, സൈനസ് ടിമ്പാനെ, പിന്നെ എന്താ oblique prominence of the oblique part of the facial canal, prominence of the lateral semicircular canal. ഇത്ര 6 പാർട്ടാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. പ്രൊമണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പറഞ്ഞു റൗണ്ടഡ് പ്രോമിനൻസ് ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ റൗണ്ടഡ് പ്രോമിനൻസ് ആണ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് ടേൺ ഓഫ് കോക്ലിയ. കോക്ലിയയുടെ ആദ്യത്തെ ടേൺ കാരണം ഉണ്ടാകുന്ന ഒരു റൗണ്ടഡ് പ്രോമിനൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൊമണ്ടറി എന്ന് പറഞ്ഞത്. ഇതിനകത്താണ് എന്ത് ടിമ്പാനിക് ബ്രാഞ്ച് ഓഫ് ദി ഗ്ലോസോഫാരിഞ്ചൽ നെർവ് വന്നിട്ട് റാമിഫൈ ചെയ്ത് ടിമ്പാനിക് പ്ലെക്സസ് ഉണ്ടാകുന്നത്. ഓക്കെ, ടിമ്പാനിക് പ്ലെക്സസ് ഉണ്ടാകുന്നത് അവിടെ ആയിരിക്കും പ്രൊമണ്ടറി ആയിട്ട്. പിന്നെ ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അതിന് വേറെ പേരാണ് ഫെനസ്ട്ര വെസ്റ്റിബുലെ. ഇതൊരു പ്രൊമണ്ടറിക്ക് മുകളിലായിട്ടും ബിഹൈൻഡ് ആയിട്ടും ഉള്ള ഒരു അപ്പേച്ചർ ആണ് ഓവൽ വിൻഡോ എന്ന് പറഞ്ഞത്. അപ്പോൾ റൗണ്ട് വിൻഡോ എന്താണ്, പ്രൊമണ്ടറിക്ക് ബിഹൈൻഡ് ആയിട്ടും താഴെ ആയിട്ടുള്ള ഒരു റൗണ്ട് ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറഞ്ഞത് റൗണ്ട് വിൻഡോ എന്ന് പറഞ്ഞാൽ അതിന്റെ വേറെ പേര് ഫെനസ്ട്ര കോക്ലിയ. ഓവൽ വിൻഡോയുടെ വേറെ പേര് ഫെനസ്ട്ര വെസ്റ്റിബുലെ. ഓവൽ വിൻഡോ എന്താണ്, അപ്പേച്ചർ ലൊക്കേറ്റഡ് എബോ ആൻഡ് ബിഹൈൻഡ്. അപ്പോൾ റൗണ്ട് വിൻഡോ എന്താ, റൗണ്ട് ഓപ്പണിംഗ് ലൊക്കേറ്റഡ് ബിലോ ആൻഡ് ബിഹൈൻഡ്. അതിന്റെ വേറെ പേര് ഫെനസ്ട്ര കോക്ലിയ. റൗണ്ട് വിൻഡോ ഓവൽ വിൻഡോയുടെ വേറെ പേര് ഫെനസ്ട്ര വെസ്റ്റിബുലെ. ഈ ഫെനസ്ട്ര വെസ്റ്റിബുലെ ഇത് ക്ലോസ് ചെയ്യുന്നത് അത് പഠിക്കണം. ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ ബേസ് ഓഫ് സ്റ്റേറ്റ്സ് അല്ലാ ലിഗമെന്റ്. സ്റ്റേറ്റ്സിന്റെ ബേസും അല്ലാ ലിഗമെന്റ് കാരണമാണ് അത് ക്ലോസ് ആകുന്നത്. അതേപോലെ റൗണ്ടിന്റെ ക്ലോസ് ആവുന്നത് എന്ത് സെക്കൻഡറി ടിമ്പാനിക് മെംബ്രെയിൻ കാരണമായിരിക്കും. ഈ സെക്കൻഡറി ടിമ്പാനിക് മെംബ്രെയിൻ ഇത് സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദി സ്കാല ടിമ്പാനി. സ്കാല ടിമ്പാനി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഇയർ ആയിട്ടുള്ള ഫുൾഫിൽഡ് ക്യാവിറ്റി ആണ് എന്തെന്ന് പറഞ്ഞാൽ സ്കാല ടിമ്പാനി. അതും മിഡിൽ ഇയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ പണി സെക്കൻഡറി ടിമ്പാനിക് മെംബ്രെയിന്റെ പണി. സെക്കൻഡറി ടിമ്പാനിക് മെംബ്രെയിൻ ആണ് എന്ത് ക്ലോസ് ചെയ്യുന്നത്, റൗണ്ടിന്റെ ക്ലോസ് ചെയ്യുന്നത്. അത്രയുള്ള 3 കണ്ടൻസ് ആയി 3 സാധനങ്ങൾ. ഇതിന് 4ാമത്തേത് എന്ന് വെച്ചാൽ സൈനസ് ടിമ്പാനി. ഈ പ്രൊമണ്ടറിക്ക് ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ ആണ് എന്നുള്ള സൈനസ് ടിമ്പാനി എന്ന് പറഞ്ഞത്. ബിറ്റ്വീൻ എവിടെ ഫെനസ്ട്ര വെസ്റ്റിബുളി ഫെനസ്ട്ര കോക്ലിയ റൗണ്ടിന്റെ ഓവലിലേക്ക് ഇടയ്ക്ക് ഉള്ള ഒരു ഡിപ്രഷൻ ബിഹൈൻഡ് പ്രൊമണ്ടറിക്ക്. അത് എന്ത് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ലൊക്കേഷൻ ഓഫ് ആംഗിൾ ഓഫ് ദി പോസ്റ്റീരിയർ സെമി സർക്കുലർ കനാൽ. പോസ്റ്റീരിയർ സെമി സർക്കുലർ ഇന്റേണലി ആണ് 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. അതിലൊന്നാണ് പോസ്റ്റീരിയർ സെമി സർക്കുലർ കനാൽ. അതിന്റെ ആംഗുലർ ലൊക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സൈനസ് ടിമ്പാനി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഒബ്ലീക് പാർട്ട് ഓഫ് ദി ഫേഷ്യൽ കനാലിന്റെ പ്രോമിനൻസ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബാക്ക്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ്. ഇത്
കണ്ടോ പറയാൻ വെച്ചാൽ ഇത് എക്സ്റ്റെൻസ് ഇതാണ് it extends backwards and downwards and it joins the vertical part of the facial canal. ഇത്ര ഉള്ളൂ prominence of the prominence of the oblique part of the facial canal എന്ന് പറയുന്നത്. ഇനി prominence of the lateral semicircular canal of internal ear. അത് തൊട്ട് കണ്ടു ഇതാണ് prominence of the lateral ഇതാണ് prominence of the lateral semicircular canal of internal ear. Okay, at a high angle between the medial ear and the posterior wall ആയിരിക്കും കാണപ്പെടുന്നത്. medial wall and posterior wall ആയിരിക്കും കാണപ്പെടുന്നത്. ഈ prominence of the lateral semicircular canal. Okay, the lateral wall പറ്റി പറയുകയാണെങ്കിൽ lateral wall is mostly tympanic membrane ആണ്. ഇത് separates tympanic cavity from external auditory meatus. അതിന്റെ coda tympanic nerve ഉണ്ട്. coda tympanic nerve the tympanic membrane previous ചെയ്തിട്ട് it lies lateral to the long posterior fingers and it lies medial to the angle of manis MM. Okay, അതൊക്കെ ഇതിന്റെ tympanic cavity entry എന്നൊക്കെ പറഞ്ഞു posterior cavity separate anterior canal സ്റ്റോറി പുറത്തു അത്രേ ഉള്ളൂ. lateral wall ആണ്. പിന്നെ otitis media ആണ്. otitis media ഇൻഫെക്ഷൻ ഓഫ് otitis media എന്ന് പറഞ്ഞാൽ അത് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പാച്ച് ഡിമാൻഡ് ടീപ്പോരി മുന്നിലെത്തും. അക്യൂട്ട് otitis media ഉണ്ട്. അത് സർജറി ഇൻസിഷൻ നമ്മൾ എവിടെ കൊടുക്കും? ലോവർ ആൻഡ് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ടിമ്പാനിന്റെ കൊടുക്കും. എന്തിന്? പസ് മിഡിയറി കളക്ട് ചെയ്ത പസ് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ലോവർ ആൻഡ് പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ടിമ്പാനിന്റെ കൊടുക്കും. അങ്ങനെ അക്യൂട്ട് otitis media നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന സർജറി ഇൻസിഷൻ ആണ്. ഓക്കെ, ക്രോണിക് സെപ്പറേറ്റീവ് otitis media ആണെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ഇൻഫെക്ഷൻ ആണ്. അത് അതിന്റെ സ്പ്രെഡ് കാരണം ഒരുപാട് ക്ലിനിക്കൽ കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ആദ്യത്തെ ക്ലിനിക്കൽ കണ്ടീഷനാണ് അക്യൂട്ട് മാസ്റ്റോഡൈറ്റിസും മാസ്റ്റോഡ് ആക്സിസും. മാസ്റ്റോഡ് ആക്സിസ് എന്ന് പറയുന്നത് അത് കാരണം ഈ മിഡിൽ ലെയറിൽ നിന്നുള്ള ഇൻഫെക്ഷൻ എങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് മാസ്റ്റോഡ് എക്സൈസിലോട്ട് മാസ്റ്റോഡ് ആക്ടത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് അക്യൂട്ട് മാസ്റ്റോഡൈറ്റിസും മാസ്റ്റോഡ് ആക്സിസും വരുന്നത്. അതേപോലെ മെനിഞ്ചൈറ്റിസും വരും, ടെമ്പറൽ ലോബ് ആക്സിസും വരും. പക്ഷേ ഈ റൂഫ് കടന്ന് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് മെനിഞ്ചൈറ്റിസും ടെമ്പറൽ ലോബ് ആക്സിസും വരുന്നത്. അതേപോലെ ലോവർ മോട്ടോർ ന്യൂറോൺ ടൈപ്പ് ഓഫ് ഫേഷ്യൽ പാക്സ് വരും. പക്ഷേ ഇൻഫെക്ഷൻ എന്ത് ചെയ്യും? ഈ ഫേഷ്യൽ കനാലില്ല അതിൻ്റെ വാളിൽ കൂടെ എറോഡ് ചെയ്ത് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ഫേഷ്യൽ പാൽസ് ഉണ്ടാകുന്നത്, എലമെന്റ് ടൈപ്പ് ഓഫ് ഫേഷ്യൽ പാൽസ് ഉണ്ടാകുന്നത്. പിന്നെ ട്രാൻസ്വേഴ്സ് ആൻഡ് സിഗ്മോയിഡ് സൈനസ് ത്രോംബോസിസ് വരും. എന്തുകൊണ്ട്? ഈ ഇൻഫെക്ഷൻ എന്തുകൊണ്ട് ഈ സൈനസിലോട്ട് പോകുമ്പോൾ ട്രാൻസ്വേഴ്സ് ആൻഡ് സിഗ്മോയിഡ് സൈനസ് ത്രോംബോസിസ് വരും. പിന്നെ ലാബർനൈറ്റിസ് വരും. എന്താ ലാബർനൈറ്റിസ്? ഈ ഇൻഫെക്ഷൻ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും, ഭയങ്കര ഡീപ്പായിട്ട് മിഡിൽ വാളിൽ ഭയങ്കര ഡീപ്പായിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വോമിറ്റിംഗ് വെക്കുകയും കാരണം വോമിറ്റിംഗ് വെക്കുന്ന വഴി ബ്ലഡ് സെല്ലിൽ വെക്കുക. അതാണ് ലാബർനൈറ്റിസ് എന്ന് പറയുന്നത്. സെറിബ്രൽ ആബ്സെസ് വരും. ഭയങ്കര പോസിറ്റീവ്ലി സ്പ്രെഡ് ആകുമ്പോഴേക്കും സെറിബ്രൽ ആബ്സെസ്. ഇതാണ് 6 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇതോടെ നമുക്ക് എന്തെങ്കിലും ക്ലിയർ കഴിയും. ഇനി ടിമ്പാനിക് മെംബ്രെയിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിലായിട്ട് കുറച്ച് പറഞ്ഞില്ല. ടിമ്പാനിക് മെംബ്രെയിനെ കുറിച്ച് ടിമ്പാനിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ബിറ്റ്വീൻ എക്സ്റ്റേണൽ അക്വേറ്റിക് മീയാറ്റസ് ആൻഡ് മിഡിൽ ലെയർ ആണ് ടിമ്പാനിക് മെംബ്രെയിൻ. ലാറ്ററൽ വാൾ എക്സ്റ്റേണൽ അക്വേറ്റിക് മീയാറ്റസും മിഡിൽ ലെയർ തമ്മിലുള്ള പാർട്ടീഷനാണ്. ഈ പടം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ടർ ക്യൂട്ടിക്കുലർ ലെയർ it is made up of stratified squamous epithelium. Outer cuticular layer is made up of stratified squamous epithelium. It is continuous with the skin lining external auditory meatus. Okay, ഇതാണ് ഔട്ടർ ക്യൂട്ടിക്കുലർ ലെയർ എന്ന് പറയുന്നത്. പിന്നെ മിഡിൽ ഫൈബ്രസ് ലെയർ ഉണ്ട്, ഇന്നർ മ്യൂക്കോസൽ ലെയർ ഉണ്ട്. ഈ ഇന്നർ മ്യൂക്കോസൽ ലെയർ ലൈൻ ബൈ ലോ കോളമിനർ എപ്പിത്തീലിയം ആണ്. മിഡിൽ ഫൈബ്രസ് ലെയർ ആണ് എന്ത് കണ്ടൻസ്? ഇന്നർ സർക്കുലർ ഫൈബേഴ്സും റേഡിയേറ്റിംഗ് ഫൈബേഴ്സും. ഔട്ടർ റേഡിയേറ്റിംഗ് ഫൈബേഴ്സും ഇന്നർ സർക്കുലർ ഫൈബേഴ്സും ഉണ്ട്. അതിനകത്ത് എന്ത് ഹാൻഡ് ഓഫ് ഹാൻഡ്സ് ഇൻക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് 3 ലെയർ പഠിക്കാം. ഇനി പടം വരയ്ക്കാൻ പഠിക്കാം. പിന്നെ ഉള്ളത് പാർട്സ് ആണ്. 2 പാർട്സ് ഉണ്ട്. പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ഫ്ലാസിബിൾ. ഈ പടവും അത്യാവശ്യം പഠിക്കാൻ പഠിക്കുക. ഈ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ടിമ്പാനിക് മെംബ്രെയിൻ മോസ്റ്റ് ആണ് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ടിമ്പാനിക് മെംബ്രെയിൻ പാസ്റ്റ് ടെൻസ് ആണ്. ഇത് പെരിഫറി എന്താവും? തിക്കൻഡ് ആയിട്ട് ഒരു റിം ആയിട്ട് മാറും. അതാണ് ഫൈബ്രോകാലിസ് റിം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് അൺലെസ് ടിമ്പാനിക്കസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രോകാലിസ് റിം ആണ് പെരിഫറി തിക്കനായിട്ട്. ഈ റിമ്മിൽ ഒരു നോച്ച് കാണുന്നത് കഴിയുമ്പോൾ ഈ നോച്ചിന്റെ മാർജിൻസ് ഉണ്ടാണ് എന്തുണ്ടാകുന്നത്? ആന്റിയർ ആൻഡ് പോസ്റ്റീരിയർ മാനുലർ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ആന്റിയർ ആൻഡ് പോസ്റ്റീരിയർ മാനുലർ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഇത് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ലാറ്ററൽ ഫോഴ്സ് ഓഫ് ദി മാനസ്. ഓക്കെ, ഇത് ഗെയിൻസ് അറ്റാച്ച്മെന്റ് ലാറ്ററൽ ഫോഴ്സ് ഓഫ് ദി മാനസ്. ഓക്കെ, ഇതാണ് ഇത് പോസ്റ്റീരിയർ മാനുലർ ഫോഴ്സ്, ഇത് ആന്റിയർ മാനുലർ ഫോഴ്സ്, ഇത് ലാറ്ററൽ ഫോഴ്സ് ഓഫ് മാനസ്. ഓക്കെ, പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പാസ്റ്റ് ടെൻസ് എന്താ? പെരിഫറി തിക്കൻഡ് ആയിട്ട് എന്തായിട്ട് മാറുന്നു? ഒരു ഫൈബ്രോകാർഡിയസ് റിം ആയിട്ട് മാറുന്നു. അതാണ് അൺലെസ് ടിമ്പാനിക്കസ് എന്ന് പറഞ്ഞാൽ. ആ റിമ്മിന് നോച്ചുണ്ട്. ആ നോച്ചിന്റെ മാർജിൻ നിന്നാണ് 2 മാനുലർ ഫോഴ്സ് ഉണ്ടാവുന്നത്. നോച്ചിന്റെ മാനുവൽ 2 മാനുലർ ഫോഴ്സ് ഉണ്ടാവും. ആ മാനുലർ ഫോഴ്സ് എവിടെ നിന്ന് അറ്റാച്ച് ചെയ്യുന്നു? ലാറ്ററൽ ഫോഴ്സും മാനസിനും അറ്റാച്ച് ചെയ്യുന്നു. ഇത്ര മതി. ഓക്കെ.
ഇനി പാസ് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്മോൾ ട്രയാങ്കിൾ ഏരിയ എബോ ദി ലാറ്റർ പോസ്റ്റർ മാലിസ്. ലാറ്റർ പോസ്റ്റർ മാലിസിന് എബോ ആയിട്ട് ഒരു സ്മോൾ ട്രയാങ്കിൾ ഏരിയ, ഇതാണ് എന്തെന്ന് പറഞ്ഞത് പാസ് ക്ലാസ്. ഇതാണ് പാസ് ക്ലാസ് എന്ന് പറഞ്ഞത്. ഇതാണ് പാസ് ക്ലാസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ട്രയാങ്കിൾ ഏരിയ എബോ ഇൻ ദ lateral posterior magnus between the anterior and the posterior magnum of French. ഈ പാർട്ട് തിൻ ആൻഡ് ലാക്സ് ആണ് ബിക്കോസ് ഇന്റർമീഡിയറ്റ് ഫൈബറസ് ലെയർ ഹിയർ ഈസ് റീപ്ലേസ്ഡ് ബൈ ലൂസ് എയർ ടിഷ്യൂ. തിന്നായിട്ടും ലാക്സ് ആയിരിക്കും. കാരണം എന്താ, ഇവിടെ ഉള്ള ഇന്റർമീഡിയറ്റ് ഫൈബറസ് ലെയർ ഇല്ല, അതിന് പകരമായിട്ട് എന്താ ഉള്ള ലൂസ് എയർ ടിഷ്യൂ ഉള്ളത്. അതുകൊണ്ടായത് തിന്നും ലാക്സോട്ട് മാറും. ഓക്കെ, ഈ പാസ് ക്ലാസ്സിയുടെ തിൻ ആൻഡ് ലാക്സ് ആണ്. കാരണം ഇവിടെ ഇന്റർമീഡിയറ്റ് ഫൈബറസ് ലെയർ ഇല്ല, അതിന് പകരമുള്ളത് ലൂസ് എയർ ടിഷ്യൂ ഉണ്ട്. ഇത് സർഫസ് ഉണ്ട്, രണ്ട് സർഫസ് ഉണ്ട്, ലാറ്റർ സർഫസും മീഡിയ സർഫസ്. ലാറ്റർ സർഫസ് നിയറസ്റ്റ് ടുവേർഡ്സ് കോൺകേവ് ആണ്, മീഡിയ സർഫസ് കോൺവെക്സ് ആണ്. ബൾജ് ടുവേർഡ്സ് ദി മീഡിയയിലോട്ട് ബൾജ് ചെയ്യും. പോയിന്റ് ഓഫ് മാക്സിമം കോമ്പോസിറ്റി ആണ് അമ്പോന്ന് പറയുന്നത്. ഇതാണ് ഓക്കെ. ഈ tympanic membrane ഇൻസ്പെക്ട് സമയത്ത് കോൺകേവിറ്റി ഓഫ് ദി മെംബ്രെയിൻ എന്തായിരിക്കും, അത് ഞാൻ കോൺ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. കോൺ ഓഫ് ലൈറ്റ് പഠിക്കാം. ഈ റേഡിയറ്റ് കോൺ ഓഫ് ലൈറ്റ് ഒക്കെ കോൺ ഓഫ് ലൈറ്റ് ഉണ്ടോ, അമ്പോന്ന് റേഡിയേറ്റ് ചെയ്ത് ഇത് ആന്റി ഇൻഫീരിയർ ക്വാർട്ടറിലാണ്. ആന്റി ഇൻഫീരിയർ ക്വാർട്ടറാണ് കോൺ ഓഫ് ലൈറ്റ്. ഓക്കെ, അമ്പോന്ന് റേഡിയേറ്റ് ചെയ്തിട്ട് ആന്റി ഇൻഫീരിയർ ക്വാർട്ടറിനായിട്ട് റേഡിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, റേഡിയേറ്റ് ഫ്രം അമ്പോ ഓർ ആന്റി ഇൻഫീരിയർ ക്വാർട്ടറാണ് കോൺ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ ഡെവലപ്മെന്റ്. ഓക്കെ, ബ്ലഡ് സപ്ലൈയിലെ ആർട്ടറി സപ്ലൈ ആണ് ഇത് പറഞ്ഞത്. ഡീപ് ഓരിക്കുലർ ആർട്ടറി ആണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. ആന്റി ടിമ്പാനിക് പോസ്റ്റർ ടിമ്പാനിക് വരയ്ക്കുന്നത് ഇന്നർ സർഫസിൽ സപ്ലൈ ചെയ്യുന്നത്. വീനസ് വെയിൻസ് ആണെങ്കിൽ വെയിൻസ് ഫ്രം ദി ഔട്ടർ സർഫസ് ഡ്രെയിൻസ് ഇൻടു എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യും, എക്സ്റ്റൻഷനിൽ വെയിലോട്ട് ഡ്രെയിൻ ചെയ്യും. ഇന്നർ സർഫസിലുള്ള വെയിൻസ് എങ്ങോട്ട് ഡ്രെയിൻ ചെയ്യും, ട്രാൻസ്വേഴ്സ് ആൻഡ് ടെറിഗോയിഡ് വീനസ് പ്ലക്സസിലോട്ട് ഡ്രെയിൻ ചെയ്യും. നെർവ് സപ്ലൈ ആണെങ്കിൽ ലാറ്റർ സർഫസിന് ആന്റിരിയർ ഹാഫ് പോസ്റ്റീരിയർ ഹാഫ് ഉണ്ട്. ആന്റിരിയർ ഹാഫിന് സപ്ലൈ ചെയ്യുന്നത് ഏതായിരിക്കും, ഓറിക്കുലർ ടെമ്പറൽ നെർവായിരിക്കും. പോസ്റ്റീരിയർ ഹാഫിനെ സപ്ലൈ ചെയ്യുന്നത് ഓറിക്കുലർ ബ്രാഞ്ച് ഓഫ് വേഗസ് ആയിരിക്കും. ഓക്കെ, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പറഞ്ഞത്, ടെസ്റ്റ് പഠിക്കാം. ആന്റിരിയർ ഹാഫും സപ്ലൈ ചെയ്യുന്ന ഓറിക്കുലർ ടെമ്പറൽ നെർവ്, പോസ്റ്റീരിയർ ഹാഫിനെ സപ്ലൈ ചെയ്യുന്നത് ഓറിക്കുലർ ബ്രാഞ്ച് ഓഫ് വേഗസ്. ഓക്കെ, മീഡിയൽ സർഫസ് സപ്ലൈ ചെയ്യുന്നുണ്ടാണ് ഗ്ലോസോഫാരിഞ്ചിന്റെ ടിമ്പാനിക് ബ്രാഞ്ച്, ടിമ്പാനിക് പ്ലസ്, അതായിരിക്കും മീഡിയൽ ഹാഫിന് സപ്ലൈ ചെയ്യുന്നത്. ഈ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫാരഞ്ചൽ മെംബ്രെയിൻ ആണ്. ഫസ്റ്റ് ഫാരഞ്ചൽ മെംബ്രെയിൻ ആണ്. ഇതിന് ഒരു എന്താ സൊല്യൂഷനിൽ ഡീപ്പായിട്ട് എക്ടോഡം മീസോഡം എൻഡോഡമാണ്. അതുകൊണ്ട് തന്നെ ടിമ്പാനിക് മെംബ്രെയിൻ എന്തായിരിക്കും, 3 ലെയർ ആയിട്ട് സൊല്യൂഷൻ ഡീപ്പ്, ക്യൂട്ടിക്കുലർ ലെയർ, ഇന്റർമീഡിയറ്റ് ഫൈബ്രസ് ലെയർ, ന്യൂക്ലിയസ് ലെയർ. അതാണ് എക്ടോഡം മീസോഡം എൻഡോഡം ഉണ്ടാകുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു.